ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം PSC ഈ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 24-ാം തീയതിയാണ്. ജൂലൈ 12 വരെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ജൂലൈ 10 ആണ്. അപ്പോൾ ഇതുവരെ കൺഫർമേഷൻ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. അഗ്രികൾച്ചർ എക്സാമുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് POP, പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പം അഗ്രികൾച്ചർ എക്സാമുകൾ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2016 മുതലുള്ള എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻ്റെയും സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പാക്കേജ് ഓഫ് പ്രാക്ടീസ് പറയുന്ന കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ഈ ഒരു മെറ്റീരിയൽ ആണ്. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ഉള്ളത്, അതുപോലെ ഇനി വരാൻ പോകുന്ന അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയൊക്കെ തയ്യാറെടുക്കുന്നവർ പാക്കേജ് ഓഫ് പ്രാക്ടീസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു POP 2016 അതുപോലെ 2024 രണ്ട് വർഷങ്ങളായിട്ട് POP ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, 2016 2024 നമ്മളൊരു കമ്പാരിസൺ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇന്ന് ഈ വീഡിയോയിൽ വിദ്യാഭ്യാസം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മിസ്സേ, ആദ്യം തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ ഈ പാക്കേജ് ഓഫ് പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഉറപ്പായിട്ടും സർ. നമ്മുടെ കഴിഞ്ഞ ഏതൊരു പ്രീവിയസ് ഇയർ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലും പാക്കേജ് ഓഫ് പ്രാക്ടീസിന് ഹാഫ് പോർഷൻസ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് വരുന്നത് ഡിസീസുകൾ, അതുപോലെ വെറൈറ്റീസ്, അതിനെ നമ്മൾ വിട്ടുകളയുന്ന ഒരു കുഞ്ഞു കുഞ്ഞു പോയിന്റിൽ നിന്ന് പോലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാറുണ്ട്. അപ്പൊ അത്രത്തോളം നമ്മുടെ POPക്ക് നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കതിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ സോയിൽ സർവേ ഓഫീസർ അതുപോലെ അഗ്രികൾച്ചർ ഓഫീസറിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അഗ്രികൾച്ചർ ഓഫീസർ 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ POP തന്നെ അതേ രീതിയിൽ തന്നെ അവർ ക്യാപ്ചർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ഏത് സെക്ഷനിലാണ് ചോദിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മിസ്, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഉറപ്പായിട്ടും സർ. ക്വസ്റ്റ്യൻ വരുന്നത് കോമൺ പ്രൊപ്പഗേഷൻ ടെക്നിക്സ് ഓഫ് അഡോപ്റ്റഡ് മാംഗോ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2024 പോലും എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ 2016 ഈ ക്വസ്റ്റ്യൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് പ്രീവിയസ് കഴിഞ്ഞ എക്സാം വരെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ആൻസർ വരുന്നത് സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ആണ്. പക്ഷേ സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് മറ്റൊരു പേരുണ്ട്, എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിംഗ്. ആ ഒരു ഓപ്ഷനൂടെയാണ് ഇപ്പം കുറച്ചും കൂടി സ്റ്റോൺ ഗ്രാഫ്റ്റിംഗിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ഒരു ക്വസ്റ്റ്യനൂടെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻസ് ഒരു 2016 കാലഘട്ടങ്ങളിൽ തന്നെ POPക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ PSC ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് POP തന്നെയാണ്. അപ്പൊ അത് നിങ്ങളെ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാം. ഈ ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്താണെന്നുള്ളത് കാണിക്കാം. ഓക്കെ മിസ്. മാംഗോയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡിനകത്ത് കിടപ്പുണ്ട്. ഫസ്റ്റ് പോയിന്റ് അവർ കൊടുക്കുന്നത് സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ഈസ് സക്സസ്ഫുൾ ഇൻ മാംഗോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മാംഗോയിൽ കൃത്യമായിട്ട് POPയിൽ പറയുന്നുണ്ട്. ഇത് 2024 POP ആണ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് 2016 ഈ സെയിം സാധനം പഠിക്കാനുണ്ടായിരുന്നു. അപ്പം അന്ന് ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സോയിൽ സർവേ ഓഫീസർ 2024 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ അഗ്രികൾച്ചറിന്റെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ POPയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നഴ്സറി ഏരിയ റിക്വയർമെന്റ് 1 ഹെക്ടർ ഓഫ് റൈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് ആൻസർ വരുന്നത് 1000 മീറ്റർ സ്ക്വയർ ആണ്. അത് നമ്മുടെ POPയിൽ ബെക്ക് മെത്തേഡിനകത്ത് സെക്കൻഡ് പാരഗ്രാഫിൽ കിടപ്പുണ്ട്. വൃത്തിയായിട്ട് പറയുന്നുണ്ട് 1000 മീറ്റർ സ്ക്വയർ 1 ഹെക്ടർ പാടിക്ക് വേണ്ട പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യന്റെ സോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. IISR വരദ ഇസ് എ വെറൈറ്റി ഓഫ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് POP പഠിക്കുമ്പോൾ ഏറ്റവും കഷ്ടപ്പാടുള്ളതും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഭാഗമാണ് വെറൈറ്റീസ്. ഓർമ്മ നിൽക്കത്തില്ല എല്ലാം കൂടെ പഠിക്കുമ്പോൾ. അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് ക്രോപ്സുകൾ ഉണ്ട് നമ്മുടെ POPയില്. ആ ഒരുപാട് ക്രോപ്സിന് തന്നെ ഒരുപാട് തന്നെ വെറൈറ്റീസും ഉണ്ട് പഠിക്കാനുണ്ട്. ഓരോ റിസർച്ച് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തേക്കുന്ന വെറൈറ്റീസ് പ്രത്യേകം ആ POPയിൽ എടുത്ത് പറയുന്നുണ്ട്. ആ ഓരോ വെറൈറ്റിയും എന്തുകൊണ്ടാണ് അതൊരു പുതിയ വെറൈറ്റി ആയതുകൊണ്ടും അത് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിന്റെ കളറിനാണെങ്കിലും അതില്ലെങ്കിൽ അത് ഏത് ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ F1 ആണോ അല്ലെങ്കിൽ F2 ആണോ, അങ്ങനെ പേരന്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ POPയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വെറൈറ്റി POPയിൽ നമ്മൾ ഇത്രയും ഒരു പാർട്ട് വരുന്നത്. അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ എവിടുന്നാണ് ക്യാപ്ചർ ചെയ്യുന്നത് നമ്മൾ നോക്കാം.
അതെ, ജിഞ്ചറിന്റെ പോർഷനിൽ ഫസ്റ്റ് കിടപ്പുണ്ട്, വെറൈറ്റി സെക്ഷനിൽ കിടപ്പുണ്ട്. ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് ആതിര, കാർത്തിക, അശ്വതി, IASR വരദ, IASR രജിത, അതുപോലെ തന്നെ IASR മഹിമ. ഇനി ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇപ്പൊ IASR വരദ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെയുള്ള മറ്റ് വെറൈറ്റീസ്, ഇപ്പൊ ആതിര ആയിക്കോട്ടെ, കാർത്തി ആയിക്കോട്ടെ, അശ്വതി ആയിക്കോട്ടെ, ഇതെല്ലാം ജിഞ്ചറിന്റെ വെറൈറ്റി എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. കാര്യം ഇനി ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ആവർത്തിക്കാം. അപ്പം നിങ്ങൾ സോഴ്സ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഒരു കോമ്പറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ സോഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മളെ എന്തുകൊണ്ടും ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇതുപോലെ POP ആവർത്തിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടും ഇപ്പോൾ ലാസ്റ്റ് ടൈമിലുള്ള പ്രിപ്പറേഷനിൽ ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ മിസ്സേ, അതുപോലെ നമ്മളോട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, POP 2024 ആണോ ഞാൻ ഈ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്, അല്ലെങ്കിൽ 2016 ആണ് എൻ്റെ കയ്യിലുള്ളത്, ഞാൻ അത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മതിയോ മിസ്സേ? എന്താണ് മിസ്സിന്റെ ഒരു നമ്മുടെ രണ്ട് POP കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഇതിനകത്ത് വരുന്ന ക്രോപ്സുകളൊക്കെ സെയിം ആണ്. പക്ഷെ ഇവര് വെറൈറ്റീസ് കുറച്ച് ചേഞ്ചസ്, പുതിയ വെറൈറ്റീസ് അപ്ഡേറ്റ് ചെയ്തത് 24ലാണ്. 2016 കഴിഞ്ഞിട്ട് KU ആണെങ്കിലും ഏത് റിസർച്ച് സ്റ്റേഷനിലാണെങ്കിലും റിലീസ് ചെയ്തിരുന്ന വെറൈറ്റീസ് അല്ല 2024 POPക്കകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പക്ഷെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇനി ക്വസ്റ്റ്യൻ വരാം, പുതിയ വെറൈറ്റീസ് ആണ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 2016 POPയുടെ PDF നമ്മൾ ഗൂഗിളിൽ അവൈലബിൾ ആണ്. പുസ്തകം ഇല്ലാത്തവർക്ക് പോലും PDF എടുത്ത് പഠിക്കാവുന്നതാണ്. പക്ഷെ 2024 ഇപ്പം ഇറങ്ങിയതേ ഉള്ളതുകൊണ്ട് PDF അവൈലബിൾ ഇല്ല. ഡയറക്റ്റ് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പം POP 2024 അതുപോലെ 16 കമ്പയർ ചെയ്യുമ്പോൾ 24 വന്നേക്കുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമ്മള് കറക്റ്റ് POP 2024 നമുക്ക് ഫസ്റ്റ് റൈസിന്റെ പാർട്ട് എടുക്കുമ്പോൾ നമുക്ക് ടേബിൾ ആയിട്ട് ഓരോ വെറൈറ്റിയും അത് എവിടെ നിന്നൊക്കെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് ഒരുപാട് നമുക്ക് നല്ലതാണ്. കാരണം മാംഗോംബോ വെറൈറ്റീസ് ഏതാണ്, അല്ലെങ്കിൽ KU റിസർച്ച് റിലീസ് വെറൈറ്റീസ് അപ്പൊ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അത് തന്നെ ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യം കൂടാണ് പുതിയ POP സംബന്ധിച്ചിടത്തോളം. റിസർച്ച് സ്റ്റേഷനുകൾ അവർ റിസർച്ച് സ്റ്റേഷന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ വെറൈറ്റീസിന്റെ അപ്പുറത്ത് ഏതൊക്കെ ടോളറന്റ് ആണ്, ഏതൊക്കെ ഡിസീസിന് ടോളറന്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നേരത്തെ നമ്മൾ ബുക്കിൽ എഴുതി ബോക്സ് ആക്കിയിട്ട് പഠിക്കുന്നത് ഇപ്പൊ നമ്മുടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ SRI സിസ്റ്റം നമ്മുടെ സിലബസിൽ പ്രത്യേകമായിട്ട് റൈസിന്റെ പോർഷൻ സിസ്റ്റം പറയുന്നുണ്ട്. പഴയ POP SRI സിസ്റ്റം എന്തായിരുന്നു എന്ന് മാത്രമേ പറയൂ, ഡെഫിനിഷൻ മാത്രമേ അത് ആരെ കൊണ്ടുവന്നതും ഏത് സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്നതും. പക്ഷെ പുതിയ POP സംബന്ധിച്ചിടത്തോളം അതിന്റെ സീഡ് ഡേറ്റും സ്പേസിംഗും ട്രാൻസ്പ്ലാന്റിംഗ് ഡേറ്റും എല്ലാം തന്നെ അതിൽ പറയുന്നുണ്ട്. പിന്നെ STCR മെത്തേഡുകൾ അതിൽ പ്രത്യേകം ഒരു പാരഗ്രാഫ് ആയിട്ട് തന്നെ പുതിയ POPയിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ സിലബസിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ് ടപ്പിയോക്കയുടെ പുതിയൊരു 7 വെറൈറ്റീസ് പുതിയ POP 2024 ഉണ്ട്. അതായത് ഉത്തമ, അപൂർവ, പവിത്ര, സ്വർണ്ണ, അതിൽ ഓരോ വെറൈറ്റീസിനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്തായാലും ഇമ്പോർട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ പോവാൻ ശ്രദ്ധിക്കണം. അതുപോലെ ജിഞ്ചറിന്റെ 2 വെറൈറ്റീസും POPയിൽ വെറൈറ്റീസ് പറയുന്നുണ്ട്. പിന്നെ ഗ്രേറ്റർ യാമ് ലേറ്റസ്റ്റ് ഒരു 4 വെറൈറ്റിയുടെ ഡീറ്റെയിൽസ് 2024 POPയിൽ പറയുന്നുണ്ട്. അതുപോലെ ലെസർ യാമ് 3 വെറൈറ്റിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിൽ 2 വെറൈറ്റി പുതിയത് അപ്ഡേറ്റ് ചെയ്ത് 2024 പറയുന്നുണ്ട്. അത് കാർഡം ആണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വെറൈറ്റി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഈ പറഞ്ഞ POP 2024 പറയുന്നുണ്ട്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. കാര്യം ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി 2016 24 കൂടെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. കാര്യം പുതിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവിടെ നിന്നൊക്കെ ആവർത്തിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒരു ഉദാഹരണം എത്തി കാണും സാർ POP എത്രത്തോളം അഗ്രികൾച്ചർ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. പിന്നെ POP മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ സിലബസുകൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നീൽരാജ് പോലത്തെ ഏതെങ്കിലും ഒരു പുസ്തകം കൂടെ പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ സിലബസ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ POP ഓറിയന്റഡ് ആയിട്ട് ആദ്യം തന്നെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇപ്പം മിസ് പറഞ്ഞ പോലുള്ള ബുക്കുകൾ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടൊരു സമയമാണ്. അപ്പൊ ഇനി അധികം സമയമൊന്നും നമുക്കില്ല. നമുക്കറിയാം സെപ്റ്റംബർ 24 എക്സാം വരുന്നത്. 75 ദിവസത്തോളം മാത്രമാണ് ഈ എക്സാമിനായിട്ട് മുന്നിലുള്ളത്. നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ നമ്മൾ POP ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ, അപ്പൊ ഇതുപോലെ മാറ്റങ്ങൾ POP 2024 നോക്കുമ്പോൾ 2016 കുറച്ച് മാറ്റങ്ങളുണ്ട്.
അപ്പോൾ ആ മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട POP യുടെ ക്ലാസ്സിലൊക്കെ വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ ലിങ്കായിട്ട് ചെയ്തു തരുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ANS അക്കാദമിയിൽ അവൈലബിൾ ആണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെ ഞാൻ ഗൂഗിൾ ഫോം കൊടുക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും ഞങ്ങൾ എത്തുന്നതാണ്. ഗുഡ് ബൈ.